ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തെന്ന്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് നമ്മൾ മുമ്പിലത്തെ വീഡിയോയിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ സാർ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് എൻ്റെ കടയിലേക്ക് കുറച്ച് സ്റ്റോക്ക് ഐറ്റം വേണമെന്ന് കരുതുക. ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ കടയിലേക്ക് കുറച്ച് സ്റ്റോക്ക് ഐറ്റം വേണം. അത് ഞാൻ ജി എസ് ടിയുടെ അകത്ത് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, ആണല്ലോ. അപ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് 100 രൂപ വിലയുള്ള കുറച്ച് പെൻസിൽസാണ്. ഓക്കെ, 100 രൂപ വിലയുള്ള കുറച്ച് പെൻസിൽസാണ്. ഞാനത് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 100 രൂപ വിലയുള്ള ഈ പെൻസിൽസ് ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ 10 രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഈ 100 രൂപ വിലയുള്ള ഈ പെൻസിലിന് മൊത്തം ഞാൻ സപ്ലയർക്ക് കൊടുക്കുന്നത് എത്ര രൂപയായിരിക്കും? 110 രൂപയായിരിക്കും സപ്ലയർക്ക് കൊടുക്കുന്നത്. ടാക്സ് എമൗണ്ട് സഹിതം 110 രൂപയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനായ ഞാൻ എൻ്റെ ബിസിനസ് ഫേമിലേക്ക് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ള പെൻസിൽസ് വാങ്ങുന്നു, 10 രൂപ ടാക്സ് അടച്ച്. അപ്പോൾ സപ്ലയർ മുഖേന ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പെൻസിലിൻ്റെ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെക്കുന്നു. ഞാനിങ്ങനെ പേ ചെയ്തിരിക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് ടാക്സ് എന്ന് പറയുന്നത്, അഥവാ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ വാങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു പെൻസിൽസ് ഏതെങ്കിലും ഒരു കസ്റ്റമേഴ്സിന് വിൽക്കുന്നത് 150 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എൻ്റെ ലാഭം കൂടി ചേർത്താണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിന് വിൽക്കുന്നത്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നു 15 രൂപ. ഓക്കെ, മൊത്തം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ വില 150 രൂപയും 15 രൂപ ടാക്സ് എമൗണ്ടും. ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ് ടാക്സ് ഓർ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സെയിം രീതിയിൽ എന്താണ്, ഞാൻ ഈ ഗവൺമെൻറ്റിലേക്ക് ഇതേ സെയിം പ്രൊഡക്റ്റിന് 10 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്, 15 രൂപ ടാക്സ് എമൗണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് അല്ലേ. ഞാൻ 100 രൂപ കൊടുത്ത് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് 150 രൂപയ്ക്ക് കസ്റ്റമറിന് വിറ്റിട്ട് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത്, അഥവാ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് 10 രൂപ. സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് 15 രൂപ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഈ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട്, അഥവാ ഈ ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കും. ബാക്കി റിമൈനിങ് ബാലൻസ് ഞാൻ എന്ത് ചെയ്യുള്ളൂ? ഞാൻ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ 10 രൂപ ഞാൻ ഓൾറെഡി അടച്ചു വെച്ചിട്ടുണ്ട്. 15 രൂപയാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ഔട്ട്പുട്ട് ടാക്സ്. 15 രൂപ ടാക്സ് എമൗണ്ടിൽ നിന്നും ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ടിൽ നിന്നും 10 രൂപ ഞാൻ അടച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാക്കി റിമൈനിങ് ബാലൻസായി 5 രൂപ എന്ത് ചെയ്യും? ഞാൻ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യും. അപ്പോൾ ഈ പർച്ചേസ് വഴി ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സും സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും തമ്മിൽ ക്ലെയിം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ജി എസ് ടിയുടെ അകത്ത് പാലിച്ചിട്ടുണ്ടാകണം. അത് ഏതൊക്കെ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പാലിക്കുക എന്നുള്ളത് നമുക്ക് താഴേക്ക് പഠിക്കാം. 2 രീതിയിലുള്ള റൂൾസാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി. ഫസ്റ്റിലത്തെ റൂൾസിൽ പ്രധാനമായിട്ടും പറയുന്നത് 2 സെക്ഷനായിട്ടാണ് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് കിട്ടാൻ വേണ്ടി. അത് ഒരു ഏത് ബിസിനസ്സുകാരനായിക്കോട്ടെ, അവൻ പർച്ചേസ് വഴി ഗവൺമെൻറ്റിൽ അവൻ ജി എസ് ടിയുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. പക്ഷേ അയാൾ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ കൂടിയാകണം. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. വിച്ച് മീൻസ് ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് എന്ത് കിട്ടുകയുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് കിട്ടുകയുള്ളൂ. കാരണം ഈ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ മാത്രമേ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെക്കുന്നുള്ളൂ. അതേ സെയിം ഡേയിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വിൽക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യുന്നുള്ളൂ? ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കേ ഉള്ളൂ? റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാർക്കേ ഉള്ളൂ. ദെൻ അതൊരു ടേമാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തു പർച്ചേസ് വഴി ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് അയാൾക്ക് എന്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അയാൾ ചില രീതിയിലുള്ള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. അത് 2 സെക്ഷനായിട്ടാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എലിജിബിലിറ്റി, സെക്ഷൻ 16 ക്ലൗസ് 1 പ്രകാരം പറഞ്ഞിരിക്കുന്നതും ചില കണ്ടീഷൻസും അനുസരിക്കണം. ഒന്നാമത്തെ കാര്യം സെക്ഷൻ 16 ക്ലൗസ് 2 പ്രകാരം പറഞ്ഞിരിക്കുന്നതും.
അപ്പോൾ ആദ്യത്തെ കാര്യം എന്തെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ചാർജ്ഡ് ഓൺ ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ടു ഹിം വിച്ച് ആർ യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ഹിസ് ബിസിനസ്. The amount of input tax shall be credited to the electronic credit ledger of a such person. However, input tax credit shall be subjected to the condition and restrictions in the manner of specific condition, specific section 49. വേറെ ഒന്നുമില്ല, ചുരുക്കരൂപം സാറ് പറയാം. ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഏതൊരു റെഗുലർ സ്കീമിൽ GST അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും എന്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം എന്താണ്? അയാൾ പർച്ചേസ് ചെയ്യുന്ന വഴി, അയാൾ ഗുഡ്സോ സർവീസോ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന വഴി അയാൾ അടച്ചിരിക്കുന്ന ടാക്സിന് ഇൻപുട്ട് ടാക്സ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് അയാളുടെ ബിസിനസ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് അയാൾ ഇങ്ങനെ എടുക്കുന്നത്. കാരണം എന്താണ്? ഇയാൾ സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട്, സെയിം പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ അയാൾ അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും നമ്മൾ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടുന്നു? ഒരു ടാക്സ് റിലാക്സേഷൻ കിട്ടുന്നു. അയാൾക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതുവഴി അയാൾക്ക് ബിസിനസ്സിൽ എന്തുണ്ടാകുന്നു? ഒരു ടാക്സ് റിലീഫ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ബിസിനസ്സിൻ്റെ മുന്നേറ്റത്തിനും ഇത് സഹായിക്കുന്നു. എന്നാൽ നമ്മുടെ GSTയുടെ സെക്ഷൻ 49 പ്രകാരമാണ് എന്ത് കൊടുക്കുന്നത്? ഗവൺമെൻറ് എല്ലാ ബിസിനസ്സുകാർക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അതുപോലെ തന്നെ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ബിസിനസ്സുകാരന് അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എലിജിബിലിറ്റി സെക്ഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം പറഞ്ഞേക്കുന്നത് രജിസ്റ്റേർഡ് അണ്ടർ GST. ഓക്കെ, അതായത് അത് നമുക്കറിയാം GSTയുടെ അകത്ത് ഏതൊരു ബിസിനസ് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനെ നമ്മൾ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനായിരിക്കണം. അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സും അടച്ചിട്ടുണ്ടാകണം. അങ്ങനെ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന് എന്ത് കിട്ടുകയുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഈ നമ്മൾ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തികളും GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകളും എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട്, അത് നേരെ ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ബിസിനസ്സുകാരന് എന്ത് ചെയ്യാൻ പറ്റില്ല? പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. അപ്പോൾ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ അയാൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിന് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, സപ്ലയർ മുഖേന ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ചുരുക്കരൂപം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതേ സെയിം പ്രോഡക്റ്റ് കസ്റ്റമറിന് സെയിൽ ചെയ്യുന്നത് വഴി അയാൾ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ പർച്ചേസ് വഴി ഇയാൾ ഗവൺമെൻറ്റിൽ അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് അർഹതയുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺസിന് മാത്രം, GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാർക്ക് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ കോമ്പൻസേഷൻ സ്കീമോ? മക്കളെ, കോമ്പൻസേഷൻ സ്കീം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. GSTയുടെ അകത്ത് 2 സ്കീമിലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് റെഗുലർ സ്കീമിലും ഒന്ന് കോമ്പൻസേഷൻ സ്കീമിലും. പക്ഷേ കോമ്പൻസേഷൻ സ്കീമിൽ എന്താ ലിമിറ്റേഷൻ ഉള്ളത്? കോമ്പൻസേഷൻ സ്കീമിൽ ആ ബിസിനസ്സുകാരൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. പക്ഷേ സെയിൽ ചെയ്യുമ്പോൾ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നുള്ള റൈറ്റ് ഇല്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ GSTയുടെ അകത്ത് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് എന്തുള്ളൂ? GSTയുടെ അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. കാരണം പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് റെഗുലർ സ്കീമിൽപ്പെട്ട ആൾ ടാക്സ് അടച്ചു വയ്ക്കുന്നു, സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗുഡ്സ് ഓർ സർവീസ് യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്. ഓക്കെ, അതായത് ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് ഫേമിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അത് ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി വെച്ചിട്ടുള്ളതായിരിക്കണം. അയാളുടെ സെയിൽ എന്ന് പറയുന്ന ഇൻകത്തെ കൂട്ടുന്ന ഒന്നായിരിക്കണം. അങ്ങനെ ഉള്ള ഗുഡ്സിന് മാത്രമേ അങ്ങനെയുള്ള ഗുഡ്സിനും സർവീസിൻ്റെയും വിതരണത്തിൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. ഒന്നോടെ സാറ് തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ വിൽക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. ഓക്കെ, ഞാൻ അതൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഞാൻ ആ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ
സോറി ഞാൻ 100 രൂപ വിലയുള്ള ഐറ്റമാണ്, 100 രൂപ വിലയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഞാൻ ഈ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സപ്ലൈയുടെ കയ്യിൽ നിന്ന് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ട്രേഡിംഗ് പർപ്പസിനായിട്ട് വാങ്ങി വെച്ചേക്കണമെന്ന് കരുതുക. ഈ 100 രൂപ വിലയുള്ള ഇലക്ട്രോണിക് ഐറ്റം ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ 10 രൂപ ടാക്സ് എമൗണ്ടും അടച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഞാൻ കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ഇത് കസ്റ്റമേഴ്സിന് വിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങി വെച്ചേക്കുന്നത്, ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി വാങ്ങി വെച്ചേക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ 100 രൂപ, മൊത്തം 100 രൂപ ഗുഡ്സിൻ്റെ വിലയും 10 രൂപ ടാക്സ് എമൗണ്ടും അടച്ച് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഞാൻ കസ്റ്റമറിന് വിൽക്കുകയും വേണം, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഇതിന് എന്ത് കളക്ട് ചെയ്യുകയും വേണം, ടാക്സ് കളക്ട് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ അടച്ച ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റിൽ 100 രൂപ ഞാൻ എൻ്റെ കടയിൽ 100 രൂപ വിലയുള്ള ഇലക്ട്രോണിക് ഐറ്റം എൻ്റെ കടയിൽ വാങ്ങി വെച്ചു. അതിൻ്റെ അകത്ത് നിന്നും ഒരു 50 രൂപ വിലയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനല്ലാതെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള ഗുഡ്സിന് ഞാൻ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എത്രയോ ആ ടാക്സ് എമൗണ്ടിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കുക, 100 രൂപ വിലയുള്ള ഗുഡ്സ് ഞാൻ ഇലക്ട്രോണിക് ഐറ്റം പർച്ചേസ് ചെയ്തപ്പോൾ 10 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു. അതിൻ്റെ അകത്ത് 50 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ആർക്ക് വിറ്റിട്ടുള്ളൂ, കസ്റ്റമർക്ക് വിറ്റിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രൊഡക്റ്റ് ആ 100 രൂപ വിലയുള്ള ഇലക്ട്രോണിക് ഐറ്റംസിൽ 50 രൂപ വിലയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്, ബിസിനസ് പർപ്പസിന് വേണ്ടിയല്ല ഉപയോഗിച്ചേക്കുന്നത്. എൻ്റെ സെയിലിംഗത്തെ കൂട്ടിയേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്ന 100 രൂപയിൽ എത്ര രൂപ മാത്രമേ ഉള്ളൂ, 50 രൂപ മാത്രമേ കൂട്ടുള്ളൂ. 50 രൂപയുടെ സാധനം ഞാൻ കസ്റ്റമേഴ്സിന് വിറ്റിട്ടുള്ളൂ. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് വിറ്റിട്ട് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് എത്ര രൂപയ്ക്ക് മാത്രമേ ഉള്ളൂ, 50 രൂപയുടെ ഗുഡ്സിന് വേണ്ടി മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ആ 50 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഞാൻ കസ്റ്റമേഴ്സിന് വിട്ടിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് എത്രയോ അതിന് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ഈ 10 രൂപ അടച്ച ടാക്സ് എമൗണ്ടിൽ 10 രൂപ ഞാൻ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് 100 രൂപ വിലയുള്ള പ്രൊഡക്റ്റിനാണ് ഈ 10 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചേക്കുന്നത്. ഈ 10 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചേക്കുന്ന എമൗണ്ടിൽ പകുതി പ്രൊഡക്റ്റ് ഞാൻ എന്താ ഉപയോഗിച്ചേക്കുന്നത്, പകുതി ടാക്സ് എമൗണ്ട് ഉള്ള പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഉള്ള പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയില്ല. ഓക്കെ, അപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ്, അതായത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അതുവഴി അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സും സർവീസും സെയിൽ വഴി കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ബിസിനസ്സുകാരൻ ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസ് പർപ്പസിൻ്റെ ആവശ്യത്തിനായിട്ട് മാറുകയില്ല, അയാളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് മാറുകയുള്ളൂ. അങ്ങനെയുള്ള ഗുഡ്സിന് ഈ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഗുഡ്സ് ഈ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ടാക്സ് അടച്ചു വെച്ചിരിക്കുന്ന ഗുഡ്സിന് ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി ബാക്കിയുള്ള കണ്ടീഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നിങ്ങളുടെ പുസ്തകം വെച്ച് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ടാക്സ് പേയിങ് ഡോക്യുമെൻറ്റ്. ഓക്കെ, പൊസിഷൻ ഓഫ് ടാക്സ് പേയിങ് ഡോക്യുമെൻറ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുക. മൂന്നാമത്തെ പോയിന്റ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അലൗഡ് ഓൺലി സപ്പോർട്ട് ഓഫ് എ ടാക്സ് ഇൻവോയ്സ് ഓർ എ ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ടു രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട് ഓൺ ദ സപ്പോർട്ട് ഓഫ് എനി അതർ ടാക്സ് പേയിങ് ഡോക്യുമെൻറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനെ എന്ത് കിട്ടുകയുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. അയാൾ പർച്ചേസ് വഴി സപ്ലയറുടെ കയ്യിൽ ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. ആ സപ്ലയറുടെ കയ്യിൽ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് കൈകളിലേക്ക് ചെന്നിട്ടുണ്ട് എന്ന് ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എടുത്ത് ചെന്നിട്ട് ഇയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പോകുന്ന സമയത്ത് ഗവൺമെൻറ് ചോദിക്കും, നിങ്ങൾ ടാക്സ് അടച്ചതിന് എന്താണ് തെളിവുള്ളത്? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് എന്താണോ പ്രൂഫ് ഉള്ളത് ആ പ്രൂഫ് മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ പർച്ചേസ് മുഖേന ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള രജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ രജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ ടാക്സ് എമൗണ്ടും ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ വിലയും കൊടുക്കുന്ന സമയത്ത് അയാൾ മസ്റ്റായിട്ട് എന്ത് തന്നുണ്ടാകും, ഇൻവോയ്സ് തന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ സപ്ലയർ തരുന്ന ഇൻവോയ്സിലോ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടിലോ മസ്റ്റായിട്ട് എന്ത് ഷോ ചെയ്തിട്ടുണ്ടാകും, ഈ ബിസിനസ്സുകാരൻ പേ ചെയ്യേണ്ട ടാക്സ് എമൗണ്ട്
ഷോ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ആ പ്രൂഫ്, ആ ഡോക്യുമെൻറ്റ്സ് മസ്റ്റായിട്ടും ആര് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകണം? ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ മസ്റ്റായിട്ടും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇയാൾ ഈ പർച്ചേസ് മുഖേന ഈ ബിസിനസ് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അയാൾ ഈ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു എന്ന് പറയുന്ന പ്രൂഫ്, അത് ഡെബിറ്റ് നോട്ട് ആയിക്കോട്ടെ, ഇൻവോയ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടാക്സ് അടച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതർ ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, അത് മസ്റ്റായിട്ടും അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പൊസിഷൻ ഓഫ് ടാക്സ് പേയിങ് ഡോക്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള കാര്യം. ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചതിന് പ്രൂഫ് ഉണ്ടായിരിക്കണം. അത് അയാളുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന സമയത്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ട ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ട സമയത്ത് ഗവൺമെൻറ് ചോദിക്കുന്ന സമയത്ത് താങ്കൾ ടാക്സ് അടച്ചതിൻ്റെ പ്രൂഫ് ഇടുന്ന ചോദിക്കുന്ന സമയത്ത് ടാക്സ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അത് അയാളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയും വേണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു, റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 100 രൂപ വിലയുള്ളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി അയാൾക്ക് ഒരു ഓർഡർ കൊടുത്തുന്നൊരിത്. ഓക്കെ, 100 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്തു. അയാൾ എനിക്ക് ഏറ്റവും ഇൻവോയ്സ് തന്നു. ഞാൻ അയാൾക്ക് ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ എന്താണ് ആ ഗുഡ്സിൻ്റെ വിലയും കൊടുത്തു. ഇനി മസ്റ്റായിട്ട് എന്ത് തന്നിട്ടുണ്ടാകണം? അയാൾ ഗുഡ്സ് എൻ്റെ കൈകളിൽ, ഞാൻ എൻ്റെ ഗോഡൗണിൽ അല്ലെങ്കിൽ എൻ്റെ കട എവിടെയോ അവിടെ എത്തിച്ചിട്ടുണ്ടാകണം ആ സപ്ലയർ. അതിനുശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ആ ഗുഡ്സിൻ്റെ പേരിൽ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഏത് ബിസിനസ്സുകാരനാണോ റെഗുലർ സ്കീമിൽ ഏത് ബിസിനസ്സുകാരനാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സോ സർവീസോ മസ്റ്റായിട്ടും സപ്ലയറുടെ കയ്യിൽ നിന്ന് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ആ കസ്റ്റമറിനോ അയാൾ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലയറുടെ കൈകളിൽ നിന്നും മസ്റ്റായിട്ട് ഗുഡ്സോ സർവീസോ കൃത്യമായിട്ട് ആരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരിക്കണം? ആ കസ്റ്റമറുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ ആ കസ്റ്റമർ ആ സപ്ലയറുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന പർച്ചേസ് ടാക്സ് അഥവാ ഇൻപുട്ട് പർച്ചേസ് ടാക്സ് എമൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ രണ്ട് രീതിയിലുള്ള സന്ദർഭമുണ്ട്. ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു സാറൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ എടപ്പള്ളിയിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അങ്ങ് മൂന്നാറുള്ള എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയാണ്. ഓക്കെ, ഞാൻ എടപ്പള്ളിയിലൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഈ ഗുഡ്സ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് മൂന്നാറുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയാണ്. അപ്പോൾ 3 പാർട്ടീസാണ് ഈ ഒരു ഉദാഹരണത്തിലുള്ളത്. ഒന്ന് ഞാൻ എന്ന് പറയുന്ന ഇടപെടലുള്ള ബിസിനസ്സുകാരൻ, എൻ്റെ കസ്റ്റമർ എന്ന് പറയുന്ന മൂന്നാറിലുള്ള പാർട്ടിയാണ്, അതുപോലെ തന്നെ എൻ്റെ സപ്ലയർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുക, ഞാൻ മൂന്നാറുള്ള എൻ്റെ കസ്റ്റമറിന് വേണ്ടി ഇടപ്പള്ളിയിലുള്ള ഞാൻ തിരുവനന്തപുരത്തുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സപ്ലയറോട് പറഞ്ഞേക്കുവാണ്, ഞാൻ ഗുഡ്സ് എൻ്റെ കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് താങ്കൾ തിരുവനന്തപുരത്ത് നിന്നും ഡയറക്റ്റായിട്ട് മൂന്നാർ എത്തിച്ചോളൂ, ഇടപ്പള്ളിയുള്ള എൻ്റെ കയ്യിൽ തരേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ട് മൂന്നാർ എത്തിച്ചോളൂ, ഞാൻ താങ്കൾക്ക് ആ ഗുഡ്സിൻ്റെ വിലയും അതിനൊപ്പം ടാക്സ് എമൗണ്ടും തന്നേക്കാം. അങ്ങനെയൊരു അനുവാദം നമ്മുടെ സപ്ലയർക്ക് കൊടുത്തേക്കുവാണെങ്കിൽ, ഈ വാസ്തവത്തിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആരാണ്? ഞാനാണ് ഇടപ്പള്ളിയുള്ള ഞാനാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഗുഡ്സ് എൻ്റെ അടുത്തല്ല വരുന്നത്, ഡയറക്റ്റായിട്ട് എൻ്റെ കസ്റ്റമർ അടുത്താണ് വരുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗുഡ്സ് എൻ്റെ അടുത്ത് വരണമെന്നില്ല. ഞാൻ ഈ സപ്ലയറുടെ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിന്നുകൊണ്ട് അയാളുടെ കസ്റ്റമറിന് വേണ്ടിയാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സപ്ലയർക്ക് ഡയറക്റ്റായിട്ട് അയാളുടെ കസ്റ്റമർ എത്തിക്കാൻ സാധിക്കും, ഗുഡ്സ് എത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ റിസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ എന്ത് ചെയ്താൽ മതി, ഈ തേർഡ് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് അയാളുടെ അടുത്ത് എത്താതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെയിം രീതിയിൽ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ ആയല്ലോ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സ് ആക്ച്വലി
പെയ്ഡ് ടു ഗവൺമെൻറ്. ഓക്കെ, അതായത് ടാക്സ് എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ടു ഗവൺമെൻറ്. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്, റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറുടെ കയ്യിൽ ടാക്സ് എമൗണ്ട് അടയ്ക്കുന്നുണ്ട്. അത് ഞാൻ ഗവൺമെൻറ്റിലേക്ക് ആണ് സപ്ലയർ മുഖേന അടയ്ക്കുന്നത്. അങ്ങനെ ഞാൻ അടച്ച ടാക്സ് എമൗണ്ടിന് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ടല്ല ഞാൻ ഗവൺമെൻറ് അടയ്ക്കുന്നത്. ഞാൻ ആര് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്? ഞാൻ ഒരു സപ്ലയർ മുഖേനയാണ് എൻ്റെ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്തപ്പോൾ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിലയോടൊപ്പം പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ടാകണം. ആ സപ്ലയർ ഇടയ്ക്കൊന്ന് മുക്കുകയോ അല്ല എങ്കിൽ അയാൾ പേ ചെയ്യാതെ ഈ ടാക്സ് എമൗണ്ട് ഞാൻ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തില്ലെങ്കിലോ ചിലപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ചുമതലയാണ്? ആ ബിസിനസ്സുകാരൻ്റെ ചുമതലയാണ്. ഓക്കെ, അപ്പോൾ ഈ സപ്ലയർ അത് മുക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലും? ഇല്ല. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലാത്തൊരു ടാക്സ് എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപമുള്ള ഇത് ഇത്രയേ ഉള്ളൂ. ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് പർച്ചേസ് മുഖേന അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് കൃത്യമായിട്ട് എങ്ങോട്ട് ചെന്നുണ്ടാകണം? ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെന്നുണ്ടാകണം. അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി അലൗഡ് ഉള്ളി എഗൻസ്റ്റ് ആൻഡ് the output tax charged and paid to the government. The output tax may be paid either cash through utilization of input tax credit admissible. ഓക്കെ, അതായത് ആ സെയിം രീതിയിൽ തന്നെ പറഞ്ഞേക്കുന്നു. അതായത് ഏതൊരു സപ്ലയർ ആയിക്കോട്ടെ അയാൾ ഗവൺമെൻറ്റിലേക്ക് ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ പർച്ചേസ് മുഖേന അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടും അയാൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അപേക്ഷ വെക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നത് എന്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ? സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇയാൾ ഇങ്ങനെ പർച്ചേസ് മുഖേന അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ വേറൊരു പർപ്പസിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പർച്ചേസ് മുഖേന ഇയാൾ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഒരു 100 രൂപ വിലയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, 10 രൂപ ടാക്സ് എമൗണ്ട് സപ്ലയർക്ക് കൊടുത്തു, അത് സപ്ലയർ ഗവൺമെൻറ്റിലേക്ക് അടച്ചു. ഞാൻ ഇതിൻ്റെ അകത്ത് എന്താണ്, ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് കസ്റ്റമറിന് വിറ്റു, കസ്റ്റമറിന് വിറ്റത് 50 രൂപയുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് 5 രൂപ, ബാക്കി 50 രൂപ ഞാൻ എൻ്റെ പേഴ്സണൽ പർപ്പസിനാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്, 10 രൂപ ഞാൻ പർച്ചേസ് മുഖേന 100 രൂപയുടെ വിലയുള്ള പ്രോഡക്റ്റ് സപ്ലയറിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 10 രൂപ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ചെയ്തു. ഞാൻ എത്ര രൂപയാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട്, അത് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 5 രൂപയുടെ ടാക്സ് എമൗണ്ടിൽ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തുള്ളൂ. ആ 5 രൂപ ടാക്സ് എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ 100 രൂപയുടെ വിലയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ 10 രൂപ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അല്ലാതെ 10 രൂപ ടാക്സ് എമൗണ്ട് ഫുള്ളായിട്ടും എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുകയില്ല. അപ്പോൾ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പർച്ചേസ് മുഖേന അടച്ചു വെച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് സെയിൽ മുഖേന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെയിം പ്രോഡക്റ്റ് സെയിൽ മുഖേന എത്ര രൂപയാണോ സെയിം പ്രോഡക്റ്റിന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തേക്കുന്നത് ആ ടാക്സ് എമൗണ്ടുമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറൊരു രീതിയിലും ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പാടുള്ളൊരു ടേമാണ് ഫയൽഡ് റിട്ടേൺ. ഫയൽഡ് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും എന്ത് ചെയ്യണം, ഏതൊരു ബിസിനസ്സുകാരനും അയാളുടെ ടാക്സ് എമൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഏതൊരു GSTയുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, അയാൾ ഗവൺമെൻറ്റിലേക്ക് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാകണം. വേണ്ടേ? അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇനി ഏതൊക്കെ റിട്ടേൺ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം.
റിട്ടേൺ നമുക്കറിയാമല്ലോ, നമ്മൾ കോമ്പോസിഷൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ 3 രീതിയിലുള്ള റിട്ടേൺ ആണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നോർമലി അത് ഗവൺമെൻറ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2 രീതിയിലുള്ള റിട്ടേൺ 3 രീതിയിലുള്ള റിട്ടേൺ അഥവാ അയാൾ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് റിപ്പോർട്ട് ഷോ ചെയ്യുന്ന പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 2, സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് റിപ്പോർട്ട് GSTR 3 അഥവാ ഔട്ട്പുട്ട് ടാക്സ് റിപ്പോർട്ട് GSTR 1. സെയിൽ അയാൾ കസ്റ്റമർക്ക് ഗുഡ്സ് വിട്ടിട്ട്, ആ ബിസിനസ്സുകാരൻ കസ്റ്റമർക്ക് ഗുഡ്സ് വിട്ടിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഷോ ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഷോ ചെയ്യുന്ന ടാക്സ് റിപ്പോർട്ട് GSTR 1 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പർച്ചേസ് ടാക്സ് എമൗണ്ടിൻ്റെയും അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് എമൗണ്ടിൻ്റെയും അഥവാ ഇൻപുട്ട് ടാക്സ് എമൗണ്ടിൻ്റെയും ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ടിൻ്റെയും സമ്മറി കാണിക്കുന്ന GSTR 3B എന്ന് പറയുന്ന സമ്മറി റിപ്പോർട്ട്. ഇങ്ങനെ 3 രീതിയിലുള്ള ടാക്സ് റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിലേക്ക് റെഗുലർ സ്കീമിൽപ്പെട്ട ആളുകൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഫയൽ ചെയ്യുന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും കൃത്യമായിട്ടും ഗവൺമെൻറ്റിലേക്ക് ആ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ റിട്ടേണും ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ അടച്ചേക്കുന്ന ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ റിട്ടേണും കൃത്യമായിട്ടും ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി നമ്മൾക്കറിയാലോ, ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് റിപ്പോർട്ട് അഥവാ ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ട് അയാൾ ഏതൊരു ബിസിനസ്സുകാരനും അയാൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ആ ടാക്സ് എമൗണ്ട് ഷോ ചെയ്യുന്ന അഥവാ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഷോ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ടായ GSTR 2 മസ്റ്റായിട്ടും അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം, എല്ലാ മാസവും അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ടൈമിൽ കൃത്യമായിട്ടും അത് ആ റിട്ടേൺ ആ GSTR റിട്ടേൺ മസ്റ്റായിട്ടും ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, വേർ ദ ഗുഡ്സ് ആർ റിസീവ്ഡ് lots or installment, the registered person shall be entitled to take input tax credit upon the receipt of last lot or installment. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. ഞാൻ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു സപ്ലയറുടെ കയ്യിൽ നിന്ന് 10,000 രൂപ വിലയുള്ള ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തെന്ന് കരുതാം. അതിന് ഞാൻ 1000 രൂപ ടാക്സ് എമൗണ്ട് അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് 10 മാസത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഞാൻ ഈ സപ്ലയർക്ക് ഈ 10,000 രൂപ വിലയുള്ള ഗുഡ്സിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും പേ ചെയ്യുന്നത് 10 മാസം കൊണ്ടാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് എപ്പോഴാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. എന്നാണോ ഞാൻ ഈ സപ്ലയർക്ക് ഈ ഗുഡ്സിൻ്റെ മുഴുവൻ വിലയും ടാക്സ് എമൗണ്ടും പേ ചെയ്യുന്നത്, ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണോ അന്നായിരിക്കും ഈ ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ ലാസ്റ്റ് ടാക്സ് എമൗണ്ടും പേ ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ക്ലെയിം ചെയ്യാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അപേക്ഷ വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ 10,000 രൂപ വിലയുള്ള ഒരു ഗുഡ്സ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. 1000 രൂപ ടാക്സ് എമൗണ്ടുമുണ്ട്. അത് ഞാൻ 10 മാസം കൊണ്ടാണ് ഈ ഗുഡ്സിൻ്റെ വില ആ സപ്ലയർക്ക് കൊടുത്തു തീർക്കണമെന്ന് കരുതുക. ഒരു ഉദാഹരണം മാത്രമായിട്ട് ഇതാണ്. അപ്പോൾ ഒരു മാസം 1000 രൂപ ഗുഡ്സിൻ്റെ വിലയും 100 രൂപ ടാക്സ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് 10,000 ഡിവൈഡ് ബൈ 10. അപ്പോൾ ഒരു മാസം എത്രയാണ്, 1000 രൂപ ഗുഡ്സിൻ്റെ വിലയും 100 രൂപ ടാക്സ് എമൗണ്ടും ഉണ്ട്. കാരണം ഗുഡ്സിൻ്റെ വില 10,000 രൂപ, ടാക്സ് എമൗണ്ട് 1000 രൂപ. ടോട്ടൽ എത്ര ഞാൻ ആ സപ്ലയർക്ക് പേ ചെയ്യണം, മൊത്തം 11,000 രൂപ അഥവാ 11,000 റുപ്പീസ് പേ ചെയ്യണം. അത് ഡിവൈഡ് ബൈ 10 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ എമൗണ്ട് പേ ചെയ്യുന്നതെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഒരു മാസം ഞാൻ പേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 10,000 രൂപയാണ്. 1000 രൂപ ഗുഡ്സിൻ്റെ വിലയും 10,000 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 1000 രൂപ ഗുഡ്സിൻ്റെ വിലയും 1000 ഡിവൈഡ് ബൈ ടാക്സ് എമൗണ്ട് ആയ 1000 ഡിവൈഡ് ബൈ 10 100 രൂപ പെർ മന്ത് ടാക്സ് എമൗണ്ട്. മൊത്തം ഒരു മാസം എത്ര രൂപ പേ ചെയ്യണം, മൊത്തം 1100 രൂപ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഞാൻ പേ ചെയ്യണം. അങ്ങനെ ലാസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണ് ഞാൻ പേ ചെയ്യുന്നത്, 10ാമത്തെ മാസമായിരിക്കും 10ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലായിരിക്കും പേ ചെയ്യുന്നത്. 10ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് എൻ്റെ അവസാനത്തെ പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും സപ്ലയറുടെ കൈകളിലേക്ക് ചെല്ലുന്നത്. അവസാനത്തെ ടാക്സ് എമൗണ്ട് കൈകളിലേക്ക് ചെന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ടാക്സ് എമൗണ്ട് ആ സപ്ലയർക്ക് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ?
അതിനുശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഈ രീതിയിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അവസാനത്തെ ടാക്സ് എമൗണ്ടും സപ്ലയർ മുഖേന ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഗവൺമെൻറ്റിലേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ഉള്ള അപേക്ഷ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആ 10 ഇൻസ്റ്റാൾമെൻറ്റിൻ ഞാൻ ഈ 10,000 രൂപ വിലയുള്ള പ്രൊഡക്റ്റിൻ്റെ 1000 രൂപ എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട് ഞാൻ 10 ഇൻസ്റ്റാൾമെൻറ്റ് മുഖേന 10 പ്രാവശ്യമായിട്ട് 10 ഇൻസ്റ്റാൾമെൻറ്റ് വഴിയാണ് സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് വഴി ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെന്നതിന് ശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോഡക്റ്റിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തി ഇൻസ്റ്റാൾമെൻറ്റ് മുഖേന ഏതെങ്കിലും റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ട് അടച്ചേക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് മുഖേനയാണെങ്കിൽ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുഖേനയും ആ ടാക്സ് എമൗണ്ടും ഗുഡ്സിൻ്റെ വിലയും സപ്ലയർക്ക് പേ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, where a recipient failed to pay the amount towards the value of supply along with the tax payable thereon within 180 days from the date of issue of invoice by the supplier, the input tax credit is availed by the recipient shall be added to his output tax liability along with interest at the rate of 18%. The provision is not applicable for goods or service on which reverse charge is applicable because such cases it is the recipient who pays tax. However, the recipient shall be entitled to avail input tax again after paying the bill amount including tax. The provision intended to prevent the practice of availing input tax credit without making payment of input bill within a reasonable period of 180 days. Okay, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം, സപ്ലയർക്ക് ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും കൊടുത്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ സപ്ലയർക്ക് ഈ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നുള്ള ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്ത് അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ്സുകാരനത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നല്ലേ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരു ബിസിനസ്സുകാരനും അയാൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് 180 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ആ സപ്ലയർക്ക് ഗുഡ്സിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും പേ ചെയ്തിട്ടുണ്ടാകണം. അല്ലാത്ത പക്ഷം ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കുക, ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് തന്നതിന് ശേഷം 180 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാകണം, തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം, ടാക്സ് എമൗണ്ടും അടച്ചിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു സന്ദർഭം ഉണ്ടാകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ഗുഡ്സ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ ആ ഗുഡ്സിൻ്റെ പകുതി വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ബാക്കി റിമൈനിങ് ബാലൻസ് ഞാൻ പേ ചെയ്തേക്കുന്നത് 180 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എത്ര എമൗണ്ട് ആണോ പകുതി പോർഷൻ പേ ചെയ്തേക്കുന്നത്, ആ പകുതി പോർഷൻ എമൗണ്ടിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് എന്നാണോ ഞാൻ പേ ചെയ്യുന്നത്, അതിന് 180 ദിവസത്തിന് ശേഷം എന്നാണോ പേ ചെയ്യുന്നത്, അതിനുശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി റിമൈനിങ് ബാലൻസിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, 180 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ബിസിനസ്സുകാരൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഗുഡ്സ് അയാൾക്ക് കിട്ടി, നമ്മുടെ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തു. 180 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ 180 ഡേയ്സിനുള്ളിൽ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് ഈ ബിസിനസ്സുകാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ 180 ഡേയ്സ് കഴിഞ്ഞിട്ടും ഈ സപ്ലയർക്ക് ഈ കാശ് കൊടുത്തിട്ടില്ല എങ്കിൽ അയാൾ പേ ചെയ്തിരിക്കുന്ന ഇയാളിങ്ങനെ ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അല്ലെങ്കിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ആ ബിസിനസ്സുകാരൻ റിവേഴ്സ് ചെയ്ത് ആർക്ക് കൊടുക്കണം, ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, ആ ബിസിനസ്സുകാരൻ എനിക്ക് എന്താ തന്നു, ഇൻവോയ്സ് തന്നു കരുതുക. ഇൻവോയ്സ് തന്നു
ഞാൻ അയാൾക്ക് ടാക്സ് എമൗണ്ട് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ വിലയും കൊടുത്തിട്ടില്ല. 180 ഡേയ്സും കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 180 ഡേയ്സിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്നാണോ ഞാൻ ഈ ടാക്സ് എമൗണ്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ എന്താണ്, ഈ പെൻഡിങ് വരുത്തിയിരിക്കുന്ന ടാക്സ് എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് എമൗണ്ട് എന്ത് ചെയ്യണം, ഞാൻ അടക്കം ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയർ ടാക്സബിൾ ഇൻവോയ്സ് തന്നിട്ട് 180 ഡേയ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകണം, ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ ആ ഗുഡ്സിൻ്റെ വിലയും സപ്ലയർക്ക് കൊടുത്തിട്ടുണ്ടാകണം. ഇനി പകുതി വെച്ച്, അതായത് ഗുഡ്സിൻ്റെ വില സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു ഈ ബിസിനസ്സുകാരൻ, പകുതി എമൗണ്ട് കൊടുത്തു 180 ഡേയ്സിനുള്ളിൽ, അതിൽ ആ ഗുഡ്സിൻ്റെ വിലയും ഉണ്ട്, ടാക്സ് എമൗണ്ട് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എത്ര രൂപയാണോ 180 ഡേയ്സിനുള്ളിൽ ഇയാൾ അടച്ചു വെച്ചേക്കുന്നത്, ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ്സുകാരന്, ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയുള്ള 180 ഡേയ്സിന് ശേഷമുള്ള ഏത് ടൈമിലാണോ ഇയാൾ ഈ ബാക്കിയുള്ള ഗുഡ്സിൻ്റെ റിമൈനിങ് ബാലൻസും അതിൻ്റെ ടാക്സ് എമൗണ്ടും പേ ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പേ ചെയ്യണം, 18% ഇൻട്രസ്റ്റ് റേറ്റ് അടക്കം പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ടാക്സ് എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ടും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. എത്രയാണോ ബാക്കി റിമൈനിങ് ബാലൻസ് ഇയാൾ 180 ഡേയ്സിന് ശേഷം പേ ചെയ്യുന്ന റിമൈനിങ് ബാലൻസ് എത്രയോ, ടാക്സ് എമൗണ്ട് എത്രയോ, അതിലെന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ഇയാൾക്ക് ഈ ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റിലത്തെ കാര്യം എന്താണ്, അയാളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നത്, അയാൾ GST അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനായിരിക്കണം. പിന്നെ അയാൾ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് അയാൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ടാക്സ് കൊടുത്ത് വാങ്ങി വെച്ചേക്കുന്ന ഗുഡ്സ് കസ്റ്റമറിന് എന്താണ്, കസ്റ്റമറിന് സെയിൽ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ സെയിൽ ചെയ്ത് കസ്റ്റമർ അങ്ങനെ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ മസ്റ്റായിട്ട് എന്താണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞേക്കുന്നത്, ഇയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചതിനുള്ള പ്രൂഫ്, അത് ഇൻവോയ്സ് ആയിക്കോട്ടെ, ഡെബിറ്റ് നോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള അതർ ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ, അത് സൂക്ഷിച്ചിട്ടുണ്ടാകണം. പിന്നെ റെഗുലർ സ്കീം ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് സപ്ലയറുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകണം. ഇനി ഒരു ഏജൻറ്റ് മുഖേന ഇയാളൊരു ഏജൻറ്റായിട്ടാണ് വർത്തിക്കുന്നത്, സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഗുഡ്സ് മറ്റൊരു കസ്റ്റമറിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കയ്യിൽ അത് എത്തേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തിയാലും മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, റെഗുലർ സ്കീമിൽ GST അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ അടച്ചേക്കുന്ന സപ്ലയറുടെ കയ്യിൽ കൊടുത്തേക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ് കയ്യിൽ എത്തിയതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ഇനി ഏതൊരു നമ്മുടെ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ആയിക്കോട്ടെ, GST അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ മസ്റ്റായിട്ടും ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചിട്ടുണ്ടെന്നുള്ള ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ട് അഥവാ GST-2 മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ബിസിനസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ഗുഡ്സിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഗുഡ്സിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വഴിയായിരിക്കും സപ്ലയറുടെ കയ്യിൽ ചെല്ലുന്നത്. അതിനുശേഷം മാത്രമേ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഓൺലി കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ടുമായിട്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും സപ്ലയറുടെ കയ്യിൽ നിന്നായിരിക്കും ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. സപ്ലയർക്കായിരിക്കും ടാക്സ് എമൗണ്ട് കൊടുക്കേണ്ടത്. സപ്ലയർ ടാക്സിൽ ഇൻവോയ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ടാക്സിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 180 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാകണം, സപ്ലയർക്ക് ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ എന്തും കൊടുത്തിട്ടുണ്ടാകണം, ഗുഡ്സിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ടാകണം. അതിനുശേഷം അല്ല എങ്കിൽ എന്ത് ചെയ്യണം, അല്ല എങ്കിൽ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അതിന് ആ ടാക്സ് ഇൻവോയ്സിന്
അഡ്വാൻസ് ആയിട്ട് സപ്ലയർക്ക് കാശ് കൊടുക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ 180 ഡേയ്സിന് ശേഷവും ഇയാൾ കാശ് കൊടുത്തില്ല എങ്കിൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബാക്കിയുള്ള ചില സന്ദർഭങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആഫ്റ്റർ ക്ലെയിമിംഗ് ഡിപ്രീസിയേഷൻ. അതായത് ഇനി ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ്സുകാരനാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലെ ട്രേഡിംഗ് ഗുഡ്സ് അല്ല പർച്ചേസ് ചെയ്തേക്കുന്നത്, അസറ്റാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്, അഥവാ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ സപ്ലയർക്ക് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ അസറ്റിൻ്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് എമൗണ്ടും അടച്ചിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ടിന് എനിക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ സന്ദർഭത്തിൽ എന്താണ് വരിക എന്ന്, ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് വരിക എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കുക. അക്കോർഡിംഗ് ടു GST ലോ എ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ ക്ലെയിം ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് GSTയുടെ ലോ പ്രകാരം റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാണ്, കാശ് കൊടുത്ത് ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഒരു ഇത്. അങ്ങനെ അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഫിക്സഡ് അസറ്റിന് ഇയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ വേറെ പേഴ്സൺ ഹാസ് ക്ലെയിംഡ് ഡിപ്രീസിയേഷൻ ഓൺ ദി ടാക്സ് കമ്പോണൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ദി ടാക്സ് കമ്പോണൻറ്റ് ഷാൽ നോട്ട് അലൗഡ്. ഓക്കെ, അതായത് ഇനി രണ്ടാമതൊരു ക്ലൗസ് പറഞ്ഞേക്കുവാണ് ഗവൺമെൻറ്. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഏത് ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഫിക്സഡ് അസറ്റിൻ്റെ വിലയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഇയാൾ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചുണ്ടാകും. ടാക്സ് എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കുറച്ചുണ്ടാകും, ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറച്ചുണ്ടാകും. അതിനുശേഷം വരുന്ന റിമൈനിങ് ബാലൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങിയിരിക്കുന്ന അസറ്റിൻ്റെ വിലയിൽ നിന്ന് ഡിപ്രീസിയേഷൻ എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ എമൗണ്ടിന് എന്ത് ചെയ്യില്ല, ആ ഡിപ്രീസിയേഷൻ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇയാൾ പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് എ മെഷീൻ കോസ്റ്റിംഗ് 5,90,000 ഇൻക്ലൂസീവ് ഓഫ് GST ടാക്സ് റേറ്റ് ഈസ് അറ്റ് 18%. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ 5,90,000 രൂപ കൊടുത്ത് എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇയാൾ ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. 5,90,000 രൂപയിൽ എന്ത് വന്നിട്ടുണ്ട്, ടാക്സ് എമൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. മിസ്റ്റർ എക്സ് ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മെഷീൻ്റെ വില എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അതിന് 18% ടാക്സ് എമൗണ്ട് പിടിച്ചിട്ടുണ്ട്. ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 90,000 രൂപയാണ്. ഓക്കെ, ഈ വ്യക്തി ക്ലെയിംഡ് ഡിപ്രീസിയേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഷീൻ 88,500 അറ്റ് ദ റേറ്റ് ഓഫ് 15% ഓൺ റേറ്റ് 5,90,000 while preparing final account for tax purpose compute input tax credit disallowed. ഓക്കെ, അതായത് വേറെ ഒന്നുമില്ല, ഈ വ്യക്തി ഈ 5 ലക്ഷം രൂപ വിലയുള്ള മെഷീനറി പർച്ചേസ് ചെയ്ത് 90,000 രൂപ ടാക്സ് അടച്ചേക്കുന്ന മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന പാർട്ടി 88,500 രൂപ ആ മെഷീനറിയുടെ വിലയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ട്. 15% വെച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എത്ര രൂപയ്ക്ക് ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇയാൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇയാൾ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എത്രയാണ്, 5 ലക്ഷം രൂപയുടെ 18% ആയ 90,000 റുപ്പീസാണ് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നത്. ഇയാൾ ഡിപ്രീസിയേഷൻ ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇയാൾക്ക് ഡയറക്റ്റായിട്ട് എത്ര രൂപയ്ക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റിയേനെ, 90,000 രൂപയ്ക്കും അതായത് ടാക്സ് എമൗണ്ടായ 90,000 രൂപയ്ക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയേനെ. എന്നാൽ ഈ 90,000 രൂപയിൽ നിന്നും എന്ത് കുറയ്ക്കണം, ഇയാളുടെ ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ
റേറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ട് കുറച്ച് കളയണം. ബാക്കി റിമൈനിങ് ബാലൻസിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ 5 ലക്ഷം രൂപ വിലയുള്ള മെഷീനറിക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 90,000 രൂപയാണ്. ഈ 90,000 രൂപയിൽ നിന്നും 15% ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള മെഷീനറിയുടെ വില, ഡിപ്രീസിയേഷൻ, അതായത് മെഷീനറിയുടെ വിലയിൽ നിന്ന് എത്ര രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, എത്ര റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ അത് ഇവിടെ നിന്ന് കുറയ്ക്കണം. അയാൾ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, ഈ നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള GST എമൗണ്ട് അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് 88,500 രൂപയാണ് ഇയാൾ എന്ത് ചെയ്തേക്കുന്നത്, ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് ഡിപ്രീസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്തേക്കുന്നത്. അത് 5 ലക്ഷത്തിൽ നിന്ന് 88,500 രൂപ കുറച്ചിട്ടുള്ള ബാക്കിയൊക്കെയുള്ള റിമൈനിങ് ബാലൻസ് ആണ് ഇയാൾ മെഷീനറിയുടെ വില എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. ഇയാൾ എത്ര രൂപ ടാക്സ് ആയിട്ട് പേ ചെയ്തേക്കും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് അതല്ല. പിന്നെയോ ഇയാൾ 5 ലക്ഷം രൂപ വിലയുള്ള മെഷീനറിക്ക് 90,000 രൂപ എന്തടച്ചിട്ടുണ്ട്, ടാക്സ് എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതിന് 15% ഇയാൾ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ടാക്സ് അടച്ചേക്കുന്ന ഈ മെഷീനറിക്ക് 15% 15% എന്ത് കുറച്ചിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര രൂപയാണോ ടാക്സ് അടച്ചേക്കുന്നത്, എത്ര രൂപ ടാക്സ് അടച്ചേക്കുന്നത്, പർച്ചേസസ് വഴി ഇയാൾ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എത്ര അടച്ചിട്ടുണ്ട്, 90,000 അടച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തില്ല എങ്കിൽ ഇയാൾക്ക് എത്ര കിട്ടിയാണ് ഇൻപുട്ട് ടാക്സ് എമൗണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നത് 90,000 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്ത് ഇനി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തേക്കുന്നത് 15% ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ 90,000 റുപ്പീസാണ് ടാക്സ് അടച്ചേക്കുന്നത്. അതിൻ്റെ 15% എത്രയോ അതായിരിക്കും എന്തായിട്ട് എടുക്കേണ്ടത്, ടാക്സ് എമൗണ്ടിലുള്ള ഡിപ്രീസിയേഷൻ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ആ വാല്യൂ കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിന് ഇയാൾക്ക് എന്തുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ 90,000 റുപ്പീസിൻ്റെ 15% എന്താണ്, നമ്മുടെ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ടാക്സ് എമൗണ്ട് ആണ്. അത് കുറയ്ക്കുക, 30,500 ആയിരിക്കും കിട്ടുക. അത് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള 6,500 റുപ്പീസിന് എന്ത് കിട്ടുകയുള്ളൂ, ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ പർച്ചേസ് ചെയ്യുന്ന ഒരു അസറ്റ് ആണെങ്കിൽ ആ അസറ്റിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തില്ല എങ്കിൽ അയാൾ അടച്ചു വെച്ചിരിക്കുന്ന ഫുൾ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തേക്കുന്നത് അത് അയാൾ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്ന് ടാക്സ് എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് എമൗണ്ട് ഇൻറ്റു ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ്, അപ്പോൾ ഏത് എമൗണ്ടാണ് കിട്ടുന്നത് അത് എന്ത് ചെയ്യുന്നു, അത് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്നു. ബാക്കി റിമൈനിങ് ബാലൻസിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സന്ദർഭമാണ് ടൈം ലിമിറ്റ് ഫോർ ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് എത്ര സമയം വരെയും, അതായത് ഇപ്പോൾ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് എത്ര സമയം വരെയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ആൻ ഇൻവോയ്സസ് ക്യാൻ ബി അവൈൽഡ് വിത്തിൻ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻവോയ്സസ് ഓർ ഡെബിറ്റ് നോട്ട്. ഇറ്റ് ഷുഡ് ബി ക്ലെയിംഡ് ബിഫോർ ഫയലിംഗ് ദ GST റിട്ടേൺ ഫോർ ദി മന്ത് ഓഫ് സെപ്റ്റംബർ following the financial year to which invoices is pertained or before filing that relevant annual return whichever is earlier. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, ആ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 1 year ആണ്. എന്നാണോ അയാൾക്ക് ഈ സപ്ലയറുടെ കയ്യിൽ ടാക്സ് എമൗണ്ട് അടച്ചേക്കുന്നത് അന്ന് തൊട്ട് 365 ദിവസത്തിനുള്ളിൽ ഇയാൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്ത് എടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് എന്നാണോ അടച്ചു വെച്ചേക്കുന്നത് അന്ന് തൊട്ട് 365 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാകണം, ക്ലെയിം ചെയ്ത് എടുത്തിട്ടുണ്ടാകണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, നമ്മൾക്ക് അതൊരു ഉദാഹരണത്തിലൂടെ സാറ് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം 1st April to 31st March ആണ്. ഓക്കെ, 31st March ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിലേക്ക്, ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഉദാഹരണത്തിലൂടെ സാറ് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് 1st April to 31st March വരെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും അയാളുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് ആ ഒരു കൊല്ലത്തെ ആ ഫിനാൻഷ്യൽ ഇയറിലെ അയാളുടെ ബിസിനസ് ഫേമിൽ എത്ര ടാക്സ് എമൗണ്ട് വന്നു, എത്ര ടാക്സ് എമൗണ്ട് പർച്ചേസ് മുഖേന ഇയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്, എത്ര സെയിൽ മുഖേന കസ്റ്റമർക്ക് ഇത് എത്ര ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ
ഇയാളുടെ ബിസിനസ് ഫെയിമിൽ മൊത്തം ടാക്സിബിൾ സപ്ലൈ എത്ര നടന്നു ഇത് ഷോ ചെയ്യുന്ന ആനുവൽ ടാക്സ് റിപ്പോർട്ട് മസ്റ്റായിട്ടും ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ആനുവൽ ടാക്സ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഇയാൾ ആ ബിസിനസ് ഫെയിമിൽ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന എല്ലാ ടാക്സ് എമൗണ്ടിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ പർച്ചേസ് ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം എന്ന് കരുതുക, മാർച്ച് മാസം എന്ന് കരുതുക, ഒരു ബിസിനസ്സുകാരൻ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തേക്കുന്നത്. സപ്ലയറുടെ കയ്യിൽ ടാക്സ് എമൗണ്ടും അടച്ചിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതിയാണ് ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സ് എന്ത് ചെയ്തേക്കുന്നത്, പർച്ചേസ് ചെയ്തേക്കുന്നത് സപ്ലയറുടെ കയ്യിൽ നിന്ന്. അതിന് ആ ബിസിനസ്സുകാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് എമൗണ്ടും ആ സപ്ലയറുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് തൊട്ട് 365 ദിവസം വരെ എടുക്കാൻ പറ്റില്ല. എന്നാണോ ഈ ബിസിനസ്സുകാരൻ അയാളുടെ ആ കൊല്ലത്തെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അതോ അല്ല ആ ഡേറ്റോ അല്ല എങ്കിൽ പിറ്റേ കൊല്ലം സെപ്റ്റംബർ മാസത്തിൽ ഇയാൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ ഡേറ്റോ, ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതിന് തൊട്ട് മുമ്പ് എന്ത് എടുത്തുണ്ടാകണം, ഇയാൾ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാകണം എന്നാണ്. പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സന്ദർഭം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഏതൊരു ബിസിനസ്സുകാരനും പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സാവകാശം ടൈം എന്ന് പറയുന്നത് അയാൾ എന്നാണോ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്നത് അന്ന് തൊട്ട് 365 ദിവസം വരെയാണ്. എന്നാൽ ചില ബിസിനസ്സുകാർ പർച്ചേസ് ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണെങ്കിൽ, മാർച്ച് മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസമാണെങ്കിൽ 365 ദിവസം വരെ സാവകാശം കിട്ടിയെന്ന് വരികയില്ല. അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, സപ്ലയർക്ക് ടാക്സ് എമൗണ്ട് അടച്ചു, അത് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെന്നു. ആ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്നാണോ ആ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ആ കൊല്ലത്തെ ഫിനാൻഷ്യൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അതോ അല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ തന്നെ അതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്, പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതിനുശേഷം സെപ്റ്റംബറിന് ശേഷമോ അല്ലെങ്കിൽ ഈ ആനുവൽ റിട്ടേൺ കഴിഞ്ഞതിന് ശേഷമോ ആണ് ഈ ബിസിനസ്സുകാരൻ ഈ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് അർഹതയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് നോ ഇൻപുട്ട് ടാക്സ് ഓൺ ഗുഡ്സ് അതർ ദാൻ ദി ബിസിനസ് പർപ്പസ്. അപ്പോൾ നമ്മൾ ഏറ്റവും പോയിന്റിൽ പഠിച്ചൊരു കാര്യമാണ്, ഈ റെഗുലർ സ്കീം GST അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള അർഹതയുണ്ട്. ഓക്കെ, പക്ഷേ എന്ത് കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഇയാളിങ്ങനെ പർച്ചേസ് ചെയ്തു, ഈ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഈ റെഗുലർ സ്കീമിൽ GST അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റും എന്ത് പർപ്പസിന് വേണ്ടിയുള്ളതായിരിക്കണം, ബിസിനസ് പർപ്പസിന് വേണ്ടിയുള്ളതായിരിക്കണം. ഈ വാങ്ങി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് മൊത്തം അയാളുടെ കസ്റ്റമറിന് വിട്ടുണ്ടാകണം, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും ഇയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് തമ്മിലായിരിക്കും എന്ത് ചെയ്യുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യുക. ഇയാൾ ഏത് ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അയാൾ ബിസിനസ്സിൽ നിന്നും അയാളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുത്തെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിന് അങ്ങനെ എടുത്തേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ടിന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ചുരുക്കരൂപം ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കസ്റ്റമറിന് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം അയാൾ വാങ്ങി വെച്ചേക്കുന്നത്. അങ്ങനെ കസ്റ്റമറുടെ അയാൾ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾ വാങ്ങി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് ബിസിനസ് പർപ്പസിന് വേണ്ടിയായിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ചുരുക്കരൂപം. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന GST അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ, ഇയാൾ 2 ലക്ഷം രൂപ വിലയുള്ള എന്തോ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിന് 12% എന്താണ് ടാക്സും അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, കാർപ്പറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ് അതിൻ്റെ വില, 12% ടാക്സ് അടച്ചിട്ടുണ്ട്, മൊത്തം 2,24,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇയാൾ അപ്പോൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന GST അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ കാർപ്പറ്റ് വാങ്ങി 2 ലക്ഷം രൂപയാണ് കാർപ്പറ്റിൻ്റെ വില,
12% ടാക്സ് അടച്ചു, 24,000 ടാക്സ് അടച്ചു. മൊത്തം എത്ര രൂപ അടച്ചിട്ടുണ്ട്? പർച്ചേസ് മുഖേന ഇയാൾ ഗവൺമെൻറ്റിലേക്ക് 24,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കുന്നതിൽ 1.5 ലക്ഷം രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് വിറ്റു. ഇയാൾ വാങ്ങി വെച്ചിരിക്കുന്ന ഇയാൾ 2 ലക്ഷം രൂപ 2,24,000 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ടാക്സ് എമൗണ്ട് ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ പൈസയുണ്ട്. ഓക്കെ, ഇങ്ങനെ ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൽ 1.5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് മാത്രമേ ഇയാൾ എന്ത് ചെയ്തുള്ളൂ? കസ്റ്റമറിന് വിറ്റുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഓക്കെ, ബാക്കി റിമൈനിങ് ബാലൻസ് ഇയാളുടെ പർപ്പസിന് വേണ്ടി എടുത്തേക്കുന്നത്. എത്ര രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തേക്കുന്നത്? 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 50,000 രൂപയുടെ പ്രൊഡക്റ്റിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ട് ടാക്സ് ഇയാളുടെ പർപ്പസിന് വേണ്ടി, പേഴ്സണൽ പർപ്പസിന് വേണ്ടി എടുത്തേക്കുന്ന പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇയാൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി എടുത്തേക്കുന്ന പ്രൊഡക്റ്റിന് ഇയാൾ പർച്ചേസ് മുഖേന അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടിന് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം ഇയാൾ നോക്കിയേ, ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്ര രൂപയ്ക്ക് മാത്രമേ ഉള്ളൂ? 1.5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റിന് 12% ടാക്സ് റേറ്റ് വെച്ചുകൊണ്ട് എത്ര രൂപയുണ്ട്? 18,000 രൂപ ടാക്സ്, 18,000 രൂപ ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, മൊത്തം 24,000 രൂപയാണ് ഇയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നത്. ദെൻ ഇയാൾക്ക് എത്ര രൂപ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 18,000 രൂപ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ബിക്കോസ് എന്താണ്? ഇയാൾ 24,000 രൂപ 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, 24,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചു. ഇയാൾക്ക് എത്രയ്ക്കുള്ള അർഹത ഉണ്ടായിരുന്നു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 24,000 രൂപയ്ക്കുള്ള 24,000 രൂപ എടുക്കാനുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനുള്ള അർഹത ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്ന, ഇയാൾ 24,000 ടാക്സ് അടച്ച് വാങ്ങി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൽ 1.5 ലക്ഷം രൂപ വിലയുള്ള പ്രൊഡക്റ്റ് മാത്രമേ എന്ത് കൊടുത്തുള്ളൂ? കസ്റ്റമറിന് വിട്ടുള്ളൂ. കസ്റ്റമർ കയ്യിൽ നിന്ന് 18,000 ടാക്സ് അടച്ച് കളക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എത്ര കളക്ട് ചെയ്തിട്ടുള്ളൂ? 18,000 കളക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ 2 ലക്ഷം രൂപ വിലയുള്ള പ്രൊഡക്റ്റിൽ 50,000 രൂപ ഇയാളുടെ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, ആ എമൗണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസിന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ 24,000 ടാക്സ് എമൗണ്ട് മൊത്തം പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു. ദെൻ 18,000 രൂപയുടെ ടാക്സ് എമൗണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. ഇത് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഇയാളുടെ പേഴ്സണൽ പർപ്പസിന് എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 50,000 രൂപയാണ്. 50,000 രൂപയുടെ 12% അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് 50,000 രൂപ ഇയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തിരിക്കുന്ന 50,000 രൂപ വിലയുള്ള ഗുഡ്സിൻ്റെ ടാക്സ് എമൗണ്ടായ 6,000 രൂപ ഇയാൾക്ക് എന്താണ്? പർച്ചേസ് മുഖേന ഇയാൾ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടായ 6,000 രൂപയ്ക്ക് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ ഇൻപുട്ട് ടാക്സ് ഓൺ ഗുഡ്സ് യൂസ്ഡ് ഫോർ എക്സംപ്റ്റ് സപ്ലൈസ് എന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് ആർ യൂസ്ഡ് ബൈ ദ രജിസ്റ്റേർഡ് പേഴ്സൺ പാർഷ്യലി എഫക്റ്റിംഗ് ടാക്സബിൾ സപ്ലൈസ് ഇൻക്ലൂഡിംഗ് സീറോ റേറ്റഡ് സപ്ലൈസ് ആൻഡ് പാർഷ്യലി ഫോർ എഫക്റ്റിംഗ് എക്സംപ്റ്റ് സപ്ലൈസ്. ദ എമൗണ്ട് of credit shall be restricted to so much of the input tax as is attributable to the taxable supplies including zero rated supplies. For the above mentioned purpose, the term exempt supplies include supplies on which the recipient is liable to pay tax on reverse charge basis, transaction securities and sale on land building as per section schedule 2. Okay, ഇത്രയേ ഉള്ളൂ ചുരുക്കരൂപം. ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന അയാൾ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ അത് എന്ത് ചെയ്തു? അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിറ്റപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തില്ലെന്ന് കരുതുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ടാക്സ് കളക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ എക്സംപ്റ്റ് സപ്ലൈസ് ആണ് ഇയാൾ നടത്തിയേക്കുന്നതെങ്കിൽ, അങ്ങനെ എക്സംപ്റ്റ് സപ്ലൈ നടത്തിയിരിക്കുന്ന പ്രോഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, നമുക്കൊക്കെ അറിയാലോ, പല സ്ഥലങ്ങളിലേക്ക് എന്തായിരിക്കും നടക്കുക? ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ ചില സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗുഡ്സ് ചില രീതിയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ചില സ്ഥലങ്ങളിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ അത് ഏത് സപ്ലൈയുടെ ഭാഗമായിട്ട് വരുന്നു? എക്സംപ്റ്റ് സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഉദാഹരണം, എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് അതെന്താണ്? എക്സംപ്റ്റ് സപ്ലൈയുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ നടക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ടാക്സ് അടച്ചിട്ടായിരിക്കും പർച്ചേസ് ചെയ്തേക്കുന്നത്. പക്ഷേ അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് എക്സംപ്റ്റ് സപ്ലൈ മുഖേനയാണെങ്കിൽ, എക്സംപ്റ്റ് സപ്ലൈ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ഗുഡ്സിന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നില്ല എങ്കിൽ
അങ്ങനെ നടക്കുന്ന സെയിൽ എമൗണ്ട്, അങ്ങനെ നടക്കുന്ന പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആകുന്ന ഏതൊക്കെ സന്ദർഭങ്ങളായിരിക്കാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെസ്സിലേക്കോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ്, എക്സെംപ്റ്റ് സപ്ലൈസ്, ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുന്ന ഒരു വ്യക്തിക്കാണ്, അല്ലെങ്കിൽ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുന്ന എക്സെംപ്റ്റ് സപ്ലൈ ആണ് നടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, താങ്ക് യു.